ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യണം, വർക്ക് ഫ്രം ഹോമായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണം. ഒരു ജോലി ചിലപ്പോൾ കാണും, പക്ഷേ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ? ഇനി അഥവാ ജോലി ഇല്ല, ഒരു ചെറുതായിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന, അതിപ്പോൾ ആർക്കും തുടങ്ങാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇപ്പോൾ എവിടെയെങ്കിലും ലൈക്ക് ഗൾഫ് കൺട്രീസിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഒരു എന്താ പറയുക, നമ്മുടെ അക്കോമഡേഷനിൽ ഒരു കൊച്ചു മുറിയിൽ അല്ലെങ്കിൽ ഒരു മുറികളിൽ കൂട്ടുകാരുടെ കൂടെ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മലയാളികൾ തന്നെയുണ്ട്, നമുക്കറിയാമല്ലോ. പക്ഷേ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജോലിയിലേക്ക് എങ്ങനെ പോകും? ഇത്രയും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് റിസൈൻ ചെയ്ത് പുതിയൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടാൻ പറ്റുമോ? അത് റോങ് ആയി പോയാൽ എന്താവും? അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകളുമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് ഞാൻ, സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ജോമോൻ മാത്യു. ഞാൻ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ, കൈപ്പുഴ ആ ഭാഗത്തു നിന്നുള്ള ഒരാളാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 വർഷമായിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. വന്നിട്ട് 5 വർഷത്തോളമായി. 5 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ഏകദേശം 1 വർഷത്തോളമായിട്ട് പുതിയൊരു പ്രസ്ഥാനം തുടങ്ങി വന്നിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് യൊമാട്ടി. ആ ബ്രാൻഡിൻ്റെ പേരാണ് യൊമാട്ടി. ആ യൊമാട്ടി എന്ന ബ്രാൻഡിൻ്റെ പേരിൽ ഞാൻ കുറേ ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങി വരുന്നുണ്ട്. വലുതായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കൈകൊണ്ടുണ്ടാക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ലെതർ വാലറ്റ്സ് ആണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒരു 10-15 ദിവസത്തിനുള്ളിൽ എൻ്റെ ആക്ച്വൽ ബിസിനസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള തൊപ്പി, ക്യാപ്പ്, ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സാമ്പിളുകൾ ഒന്നാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ ബിസിനസ്, ആക്ച്വലി എൻ്റെ മനസ്സിലുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്, കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആക്ച്വലി എനിക്ക് മാത്രമല്ല, ഇതേ സാഹചര്യമുള്ള ഒരുപാട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതുപോലെ സാഹചര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഇത് ഉപകാരപ്പെട്ടേക്കാം എന്നെനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം, ഇത് എങ്ങനെ ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ആക്ച്വലി എനിക്ക് നിരവധിയായ സോഷ്യൽ മീഡിയ പേജുകളുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എനിക്ക് ജോമോൻ മാത്യു ക്ലാക്കിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള പേജിലാണ് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയും ചെയ്യുന്നത്. പിന്നെ ആ ബ്രാൻഡിൻ്റെ പേരിൽ ഞാൻ പല പേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യൊമാട്ടി ലെതർ വാലറ്റ്സ്, യൊമാട്ടി ഫാഷൻ, പിന്നെ യൊമാട്ടി ക്ലബ്ബ്, ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇത് യൊമാട്ടി ക്ലബ്ബ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. സോ അത് ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്, അങ്ങനെ ഫേസ്ബുക്ക് പേജിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് എനിക്കിത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് സമയമെടുക്കും. ഞാൻ ഓൾറെഡി നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ജോലി സമയമുണ്ട്, എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നു, പിന്നെ 2 കൊച്ചു കുട്ടികളുണ്ട്, പിന്നെ ബിസിനസ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ മാത്രമേ ഈ ബിസിനസ്സിനകത്തുള്ളൂ, വേറെ ടീമൊന്നുമില്ല. ടീം ഡെവലപ്പ് ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്, അതും സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അത് ചെയ്യണമെന്ന് തന്നെ മസ്റ്റായിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം ഇതേ സാഹചര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവരോടിത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രധാന പ്രശ്നം, ഈ വീഡിയോ ഒക്കെ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം സത്യം പറഞ്ഞാൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം യൂട്യൂബിൽ ലൈവായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എഡിറ്റും ചെയ്യുന്നില്ല, കാരണം എഡിറ്റ് ചെയ്യാൻ നേരമില്ല. കാരണം മറ്റ് പേജുകളിലെ കാര്യങ്ങൾ നോക്കണം, ബിസിനസ് നോക്കണം, കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, അങ്ങനെ എല്ലാം ഉള്ളപ്പം ഇനി
ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നല്ലപോലെ സമയമെടുത്തുള്ള വീഡിയോകൾ ചെയ്യണം. അതിനകത്ത് ഒരുപാട് എഡിറ്റിങ് ചെയ്യണം. ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോവും, അതൊക്കെ കറക്ഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഫ്ലോ വരത്തില്ല, നമുക്ക് പറയുന്ന മാറ്റർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഇതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ യൊമാട്ടി ക്ലബ്ബ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് മൂഡ് വരുമ്പോഴൊക്കെ, എനിക്ക് പറയണമെന്ന് തോന്നുമ്പോഴൊക്കെ ഒരു യൂട്യൂബ് ലൈവിൽ നമ്മൾ ചെയ്യുന്ന പോലെ വീഡിയോ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരു എഡിറ്റും വരുത്തുന്നില്ല. ഇതിലെന്ത് തെറ്റ് വന്നാലും അങ്ങനെ അങ്ങ് ഇടുകയാണ്. അല്ല, ഒരുപാട് വലിയൊരു റോങ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിടേണ്ടി വരും. അല്ലെങ്കിൽ ഇത് അതുപോലെ തന്നെ അങ്ങ് റോ ആയിട്ട് അങ്ങ് ഇടാൻ പോവുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ എല്ലാ വീഡിയോകളും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതിപ്പോൾ തന്നെ ഒരു വലിയ വീഡിയോ ആയിരിക്കും, അത് വലിയ മെമ്മറി ആയിട്ട് അത് അതിൻ്റെ ക്വാളിറ്റി പോകും ഇനി. അപ്പോൾ അതുകൊണ്ട് ആ 4K ഒക്കെ ആയിട്ട് വീണ്ടും സേവ് ചെയ്യണമെങ്കിൽ അതിന് ഒത്തിരി സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണോ ഇപ്പം പറയാൻ പോകുന്നത് അതെല്ലാം ഇനി ഇതുപോലെ അങ്ങ് പറയണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം ഞാൻ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. യൊമാട്ടി ക്ലബ്ബിൽ ഞാൻ പബ്ലിക്കാക്കാൻ പോകുന്ന ആദ്യത്തെ വീഡിയോയുമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് ചെയ്യുന്നത് യൊമാട്ടി എന്ന ബിസിനസ്സാണ്. ആ ബ്രാൻഡിൻ്റെ അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി ആ ബ്രാൻഡിൻ്റെ പേരിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെതർ വാലറ്റ്സ്. ഞാൻ ഓൾറെഡി 3 വാലറ്റ് ഉണ്ടാക്കി, അത് 3ഉം സെയിലായി കഴിഞ്ഞു. 2 ഗീവ് അവേ ആയിട്ടാണ് കൊടുത്തത്. ഒരെണ്ണം എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് രണ്ടാമത്തെ വാലറ്റ് പർച്ചേസ് ചെയ്തത്. 3ാമത്തെ വാലറ്റും ഓൾറെഡി പർച്ചേസ് ചെയ്തു, അത് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ വാലറ്റും സെയിലായി. അത് എർഗോ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ജെയ്മോൻ കണ്ണാമ്പള്ളിയാണ് മേടിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ഞാനിപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ 1-2 ദിവസത്തെ താമസമുണ്ട്. കാരണം ഞാനതിലൊരു മാഗ്നറ്റ് വെക്കാനായിട്ട് മാഗ്നറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ മാഗ്നറ്റ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അത്, ഞാനെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിന് മുന്നോട്ട് പോകണമെങ്കിൽ ആ മാഗ്നറ്റ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ അത് കഴിയുമ്പോൾ തുടങ്ങും. പിന്നെ അത് 5ാമത്തെ വാലറ്റിനുള്ള സമയമുള്ളതുകൊണ്ട് അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാണ്. അത് കഴിയുമ്പോൾ വൈകിട്ട് വന്ന് ചിലപ്പോൾ അത് തുന്നാൻ തുടങ്ങും. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് ഇത് എൻ്റെ ഇതുപോലുള്ള ആവശ്യമുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക, അതിനുവേണ്ടി വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റോ ആയിട്ട് അങ്ങ് ഇടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് വരികയാണെങ്കിൽ ഞാൻ ക്ഷമ കാണിക്കണം. വലിയ എന്തെങ്കിലും ബ്ലണ്ടർ പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ലാഗൊക്കെ അടിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇതെൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് പറയുകയും പിന്നെ എനിക്ക് ഓപ്പണായിട്ട് പറയാനും സാധിക്കും എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൊമാട്ടി എന്ന പേരിൽ ഞാനൊരു ബ്രാൻഡ് ഇവിടെ ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു സംഭവം തുടങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണിപ്പോൾ. അത് ഈയിടെയായിട്ട് ഒരാഴ്ചയായിട്ട് ഞാനൊരു ഗീവ് അവേ ഒക്കെ കൊടുത്തു. എൻ്റെ ഫോളോവർ കൗണ്ട് 5000 ഫോളോവർ കൗണ്ട് എൻ്റെ എല്ലാ ചാനലിനോട് കൂടി ആയപ്പോൾ ഒരു ഗീവ് അവേ കൊടുത്തപ്പം കുറേ ആളുകൾ വന്ന് അതിൽ ഫോളോ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 8000-നടുത്തായിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി. ഓക്കെ, അപ്പം ഞാനിനി ഇതിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ചരിത്രം, ഞാൻ എങ്ങനെ ഇതിലേക്ക് വന്നു, എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ചരിത്രം എന്ന് ഞാനങ്ങ് പറയാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. അത് പിന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് ഓർഡറിലൊന്നും വരണമെന്നില്ല, നമ്മൾ എഡിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ള, ഈ രീതിയിൽ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ക്ലബ്ബിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ വീഡിയോകൾ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടൊരു താല്പര്യവും വരും. ഇനി എൻ്റെ ആഗ്രഹം ഇതിങ്ങനെ കുറച്ച് വീഡിയോകൾ ചെയ്ത് ആ ഒരു ചരിത്രം അവിടെ എഴുതിയിടണം അല്ലെങ്കിൽ പറഞ്ഞു വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കൂടെ കാണിക്കുകയാണെങ്കിൽ ഒരു എനർജിയും വരും. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഞാൻ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്നുള്ളൊരു ഇപ്പോൾ ഇത്രയും ഒരു ഇൻട്രോ ആയിട്ടങ്ങ് കിട്ടുന്നുള്ളൂ. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങി, ഞാൻ എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇവിടുത്തെ
ഇതനുസരിച്ചുള്ള സാലറി ഉണ്ട്, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ അടുത്ത ഒരു 20 വർഷത്തേക്ക് എനിക്ക് ലൈഫ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് ഉടനെ PR കിട്ടും. PR കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു ലോൺ എടുത്ത് ഒരു വീട് ഇവിടെ മേടിച്ച് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഒരു വീട് ലോണിന് കുറച്ച് എൻ്റെ 10-20% പൈസ സംഘടിപ്പിച്ചിട്ട് ബാക്കി ലോൺ എടുത്ത് ഒരു 15-20 വർഷത്തേക്ക് ലോൺ അടയ്ക്കാനായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 42 വയസ്സായി. അപ്പോൾ ഒരു 62 വയസ്സ് വരെ ഈ ലോൺ അടച്ച് തീർക്കാം. അവസാനം അതോടുകൂടി എൻ്റെ ചരിത്രം തീർന്നു, എൻ്റെ ജീവിതം തീർന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് ഈ ലോണ് പെട്ടെന്ന് അടയ്ക്കണം, ഇതായിരുന്നു എനിക്കൊന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സ്ട്രാ വരുമാനം വേണം, പെട്ടെന്ന് അടച്ച് തീർക്കണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് തോട്ട്. അങ്ങനെ ഒരു മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വെച്ചൊരു ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പം പറയാം. അപ്പം അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്തയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നാട്ടിൽ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടുണ്ടായ കാരണം. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം ലോൺ എടുത്താൽ അത് ഈ പറഞ്ഞ 10 വർഷത്തേക്ക് അടച്ച് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീരും. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അവസാനം 20 വർഷം കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് ചിലപ്പം ഞാൻ എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിലായിരിക്കും വീട് മേടിക്കുന്നത്, അവർക്ക് വലിയ അതിന് വാല്യൂ ഉണ്ടാകത്തില്ല. അവരേതെങ്കിലും ഇട്ടിട്ട് ഇപ്പം തന്നെ മൂത്തവന് 8 വയസ്സാകാറായി. അവനൊരു 10 വർഷം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേടിച്ച വീടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയോ ഒന്നും അവന് ഇഷ്ടപ്പെടുത്തുണ്ടാകത്തില്ല. നമ്മൾ ചങ്ക് പറിച്ച് ചോര നീരാക്കി സമ്പാദിച്ചുണ്ടാക്കി ആ വീട്ടിൽ അവർക്ക് താല്പര്യം ചിലപ്പോൾ കാണാൻ വഴി ഉണ്ടാകത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു രീതി. അത് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാനതങ്ങോട്ട് കോട്ട് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവാതെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട്, കാരണം ഇതെൻ്റെ പറയുവാണെങ്കിൽ ഒരു ലാസ്റ്റ് ലാപ്പ് എന്ന് പറയാം. കാരണം ഇപ്പോൾ 42 അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നടന്നപ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ ഒരു സ്പാർക്ക് വന്നത്, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്നൊരു സ്പാർക്ക് വന്നത്, ഞാൻ നാട്ടിൽ ഏലിയാസ് ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തനുണ്ട്, പഴയൊരു മാധ്യമപ്രവർത്തനാണ്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം വിഴിഞ്ഞം പോർട്ട്, നാട്ടിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ആ പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് പറിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വിഴിഞ്ഞം പോർട്ട് വരണമെന്ന് എനിക്കും ആഗ്രഹമായിരുന്നു. ഞാനൊരു 2011 മുതൽ അതിൽ സജീവമായിട്ട് അത് വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാ ദിവസവും ആ ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1000 ദിവസമായെന്ന് തോന്നുന്നു, അതായത് 3-3.5 വർഷമായെന്ന് തോന്നുന്നു, സെയിലിംഗ് കമൻട്രി എന്ന പേരിൽ ഏലിയാസ് ജോൺ സാറ് ഒരു യൂട്യൂബ് ചാനലിലൂടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് ആദ്യ ദിവസം മുതൽ ഏകദേശം ആദ്യത്തെ 1-2 ദിവസം, ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് കണ്ടു തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ ഇവിടുത്തെ ഒരു ഏകദേശം 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിവിടെ കാപ്പി ഇടാൻ മിക്കവാറും രാവിലെ കാപ്പിയൊക്കെ ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും അവിടുന്ന് സെയിലിംഗ് കമൻട്രിയിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഞാനത് ഇന്ന് കാണും. അങ്ങനെ കണ്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ സാധ്യതകളെക്കുറിച്ച് അല്ലാതെ എനിക്കറിയാം. പിന്നെ ഇതിന് സാറിങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഒരു 10-40 ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ നാട്ടിലുള്ള ആളുകളെല്ലാം വിഴിഞ്ഞം പോർട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ആകുമ്പോൾ അവിടുന്ന് കേരളത്തിലെ പല പ്രോഡക്റ്റുകൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാനായിട്ട്, കയറ്റി വിടാനായിട്ട്, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇതിവിടുന്ന് കേട്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എനിക്കൊരു മിന്നലടിച്ച്, നമ്മുടെ മിന്നൽ മുരളിയിൽ ടോവിനോയ്ക്ക് മിന്നലടിച്ച പോലെ ഒരു മിന്നലടിച്ച്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു മിന്നലടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്താൽ മതി. നമ്മളതനുസരിച്ച് ആ ഒരു പവർ ആർജിക്കണം. അപ്പം നമുക്ക് പവർ വരും. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് പവർ ഇല്ലെന്നാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു 10-40 ദിവസം ഈ സെയിലിംഗ് കമൻട്രി എന്ന ആ ഒരു വീഡിയോ പ്രോഗ്രാം യൂട്യൂബിലൂടെ കണ്ടപ്പോൾ എനിക്കൊരു മിന്നലടിച്ച്, ഇത് നാട്ടിൽ നിന്ന് എല്ലാവരും കയറ്റി വിടാൻ നോക്കുവാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അവരെല്ലാവരും നോക്കുന്നത് വിദേശത്തൊരു ബയ്യറയാണ്.
അപ്പോൾ അവരുടെ എല്ലാം പ്രശ്നം അവർക്കൊരു ബയ്യറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വിദേശത്താണല്ലോ, അപ്പോൾ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. എനിക്ക് ഒരു ബയ്യറായാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ ബയേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുത്താൽ എന്താണ് കുഴപ്പം? അപ്പോൾ ഒരു ചെറിയ കമ്മീഷൻ കിട്ടുമല്ലോ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ തോട്ട്. ഓക്കെ, നാട്ടിലെല്ലാവരും കയറ്റി വിടാൻ നോക്കുന്നു, ഞാൻ യൂറോപ്പിലുള്ള ബയേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു ഏജൻ്റ് ആയാലോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു മിന്നലടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പയ്യെ അങ്ങോട്ട് തലയിട്ട് പോയിക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറേയൊക്കെ ഇറങ്ങി നടന്നു. ഞാനിവിടെ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള കുറേ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രീലങ്കൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറുകളിലൊക്കെ പോയി. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ റെഡിയാണ്. സാധനം അവർക്കിവിടെ എത്തുന്നില്ല, റെഗുലർലി എത്തുന്നില്ല. അവിടെ എത്തിക്കുന്ന കമ്പനികളുണ്ട്, പക്ഷേ അവർക്ക് കണ്ടിന്യൂറ്റി ഇല്ല. പല ഫ്രീക്വൻ്റ്ലി പോകുന്ന സാധനങ്ങൾ പലപ്പോഴും വേക്കൻ്റ് ആയി പോവുകയാണ്. അപ്പം കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ അവർ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതിനകത്ത് കൊണ്ട് തരുന്നതല്ല, വേറെ ആളുകൾ അവിടെ നിന്ന് എത്തിക്കും. നമ്മൾ വിശ്വസ്തരായ ആളുകളൊക്കെ കൊണ്ട് നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തോണം. എനിക്ക് അവർ തന്നെ, കാരണം ഇവിടെ എനിക്ക് അതിനുള്ള ഏജൻസി എടുക്കാനുള്ള അന്നത്തെ ലൈസൻസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെയുള്ളവർ എനിക്കൊരു പൈസയും തരണ്ട, നാട്ടിലുള്ളവർ എനിക്ക് അതിനുള്ള കമ്മീഷൻ തന്നോളൂ. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറച്ച് പേരെ ഏലിയാസ് സാർ വഴിയായിട്ട് 1-2 പേരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അല്ലാതെയും അപ്പം ഞാനിത് ഏലിയാസ് സാറിനോട് പറഞ്ഞപ്പം ഏലിയാസ് സാർ, എനിക്ക് തോന്നുന്നു ഏലിയാസ് സെയിലിംഗ് കമൻട്രിയിൽ 50ാമത്തെ ദിവസമാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അന്ന് എൻ്റെ ഈ സ്റ്റോറി പറഞ്ഞാണ് അന്ന് ഏലിയാസ് സാറ് സെയിലിംഗ് കമൻട്രി ചെയ്തത്, ആ വീഡിയോ ഇട്ടത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്, ഞാനിവിടെ ബയറായിട്ട് നിൽക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ ബയറെ കണ്ടുപിടിച്ച് കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാസ് സാർ അന്ന് അവിടെ 50ാമത്തെ സെയിലിംഗ് കമൻട്രിയുടെ 50ാമത്തെ വീഡിയോ എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ആ 50ാമത്തെ എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു, നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ. അപ്പോൾ അത് നാട്ടിൽ നിന്ന് എല്ലാവരും കയറ്റി വിടാനുണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് ബയ്യറെ മേടിച്ച് കൊടുക്കണം. പക്ഷേ അവസാനം അതിനുവേണ്ടി ഞാൻ കുറേ നടന്നു. ഇവിടെ ബയ്യർ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ഒരു ബയ്യർ റെഡി ആയെങ്കിൽ അയാൾ പറഞ്ഞു, ഞാൻ പർച്ചേസ് ചെയ്യാം, പക്ഷേ എനിക്കിത് ഫ്രോസൺ ഐറ്റമാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അതിനിവിടെ ഒരു സ്റ്റോക്കിംഗ് ഏരിയ അവർക്ക് പ്രത്യേകം ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. കാരണം ഒരു കണ്ടെയ്നറാണ് പുള്ളി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങൾ ഒരുമിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പുള്ളിക്ക് ഇല്ല, സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പുള്ളി റെഡിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമയമെടുക്കും. പിന്നെ ഒരു 6-7 മാസമെങ്കിലും ആ പുള്ളിക്ക് സമയം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ലാഗായി. പിന്നെ വേറെ ഉള്ളവരടുത്തൊക്കെ ഞാൻ പോയപ്പോഴൊന്നും അവരൊന്നും ഇതിനായിട്ട് റെഡിയല്ല. ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, എൻ്റെ ഇവിടെ അടുത്തുള്ള സിറ്റിയിലുള്ള ഒരാൾ മാത്രമേ റെഡി ആയുള്ളൂ. ബാക്കി ആരും അങ്ങ് സെറ്റായില്ല. അപ്പോൾ അതുകൊണ്ട് അത് പയ്യെ ഡ്രോപ്പായി. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം ആലോചിച്ചത്, അത് വിട്ടിട്ട് പിന്നെ കുറച്ച് നാൾ ഞാൻ ആലോചിച്ചു, വേറെ ടെക്സ്റ്റൈലുകൾ ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ ഏൽപ്പിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ ഇവിടെ ഞാൻ നടന്നു. പക്ഷേ ഇവിടുത്തെ മാനേജർമാരൊന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഇവരൊന്നും നമ്മളോട് കാണാൻ കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ഒന്നും നമുക്ക് ഭാഷയുടെ പ്രശ്നം, പിന്നെ നമ്മൾ ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു ഇമെയിൽ അയച്ചാലൊന്നും അതിന് മറുപടി തരത്തില്ല. കാരണം ഇവരൊക്കെ വൻ ബിസിനസ് ചെയ്യുന്നവർ, ഇവരൊന്നും ഒരു ഇടനിലക്കാരൻ്റെയും സാധനം എടുക്കത്തില്ല. അവർ ഡയറക്റ്റായിട്ട് സോഴ്സിൽ പോയി എടുത്തിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ലാർജ് കണ്ടെയ്നറുകളിൽ, ഇഷ്ടംപോലെ കണ്ടെയ്നറിലാണ് സാധനം ഓൾ ജർമ്മനിയിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയേഴ്സ് നമ്മളോട് സംസാരിക്കാൻ സമയം കളയത്തില്ല. അവരെ കിട്ടാൻ പോലുമില്ല. നമ്മളോട് ഒരു ഇമെയിൽ അയച്ചാൽ അതിനൊന്നും മറുപടിയൊന്നും വരത്തില്ല. അപ്പോൾ അതും നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ലെതറിൻ്റെ കാര്യം ആലോചിച്ചു. ലെതർ ഹോൾസെയിലായിട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു ലെതറിൻ്റെ ഹോൾസെയിലുകാരെ പോയി കണ്ട്, അപ്പോൾ അത് സോഴ്സ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അതും അങ്ങോട്ട് ഒത്തില്ല. അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു മിന്നലടിച്ചൊരു ഒരു ബിസിനസ് തുടങ്ങണം എന്നതിലേക്ക് വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ്, ഇതേ സമയത്ത് തന്നെ ഞാൻ നാട്ടിൽ പ്രത്യേകിച്ച് 2 നമ്മുടെ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്ന 2 യൂട്യൂബ് ചാനലുകൾ ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അതിൽ ഒന്നാമത്തതാണ് ഷാൻ്റെ ഇ-കോം ഷോ എന്ന യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെയുള്ള IT പ്രൊഫഷണലുകളുടെ കൂടുതൽ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്ന ഒരു KPH ഫെലിക്സ് ജോസ്മോൻ്റെ KPH മാഫിയ, ഫെലിക്സ് ജോസ്മോ എന്ന യൂട്യൂബ് ചാനലിൽ KPH മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന പോഡ്കാസ്റ്റുകൾ. അപ്പം ആ 2 പോഡ്കാസ്റ്റുകളോടൊപ്പം നമ്മുടെ മലയാളികൾ തന്നെ
IT പ്രൊഫഷണൽസാണ് അതിനകത്ത് കൂടുതൽ. അവർ ഒരുപാട് IT പ്രോഡക്റ്റുകൾ ഇറക്കി ഒത്തിരി ബിസിനസ് ചെയ്യുകയും ഇൻ്റർനാഷണലി ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കഥകളൊക്കെ കേട്ടു. അപ്പോൾ അവരൊക്കെ മില്യണേഴ്സായ കഥകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടി. കാരണം ഈ പോഡ്കാസ്റ്റുകളാകുമ്പോഴത്തേക്ക് അവരുടെ ചെറുപ്പകാലം മുതലുള്ള ബിസിനസ്, എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു, എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് ബിസിനസ്സിനെ അവർ കൊണ്ടുപോയത്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഓൾമോസ്റ്റ് അവർ തുറന്നു വെക്കും. അപ്പം നമുക്ക് അവരുടെ അങ്ങനെ ഒരുപാട് പോഡ്കാസ്റ്റുകൾ 60-70ഓളം പോഡ്കാസ്റ്റുകൾ കണ്ടു. അപ്പം ഇവരൊക്കെ മില്യണേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടിയപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ ഇ കോം ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊമേഴ്സായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന അതിൽ ഒത്തിരി വിജയിച്ച ആളുകളെ കൊണ്ടാണ് ഷാൻ അബ്ദുൾ സലാം, നമ്മുടെ ഇ കോം ഷോയുടെ മെയിനായിട്ടുള്ള മെയിൻ ഹെഡ് ഷാൻ അബ്ദുൾ സലാം ഇ കോം ഷോയിലെ ഒരുപാട് വെള്ളിയാഴ്ച ഇത് രണ്ടും റിലീസാകുന്നു തോന്നുന്നു. അതെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ ഇത് രണ്ടും ഞാനും പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഈ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഇ കോം ഷോയിലൂടെ എനിക്ക് ഈ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കുറേ ഐഡിയ കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി IT പ്രൊഫഷണൽസിൻ്റെ എപ്പിസോഡ്സുകളും എല്ലാം അവരുടെ മൈൻഡ് സെറ്റുകളും ഒരുപാട് ഫൗണ്ടേഴ്സിൻ്റെ മൈൻഡ് സെറ്റുകൾ അതുപോലെ ഇ കോം ഷോയിലുള്ള ഇ കോം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് ബിസിനസ് സ്റ്റോറികളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് എല്ലാം കൂടെ കാച്ചിക്കുറുക്കി എൻ്റെ സാഹചര്യത്തിനോട് ചേർന്ന ഒരു സംഭവം ഞാൻ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഞാൻ യൊമാട്ടി എന്ന ബ്രാൻഡിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം ഇപ്പോൾ തുടങ്ങി. ഏകദേശം 1 വർഷമായി. ഒക്ടോബർ 24-ാം തീയതിയാണ് കഴിഞ്ഞ ഒഫീഷ്യലി ഞാനത് രജിസ്റ്റർ ചെയ്ത് ഇവിടെ ജർമ്മനിയിൽ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ മാസങ്ങളിലായിട്ട്, കഴിഞ്ഞ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ പേരിൽ ഡൊമൈൻസുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കാരണം ഇപ്പം ഞാനത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 വർഷമാകുമ്പോൾ അത് പുതുക്കണമല്ലോ. അപ്പം ആദ്യം അങ്ങനെയാണ് യൊമാട്ടി എന്ന ഒരു പേര് ഞാൻ കണ്ടുപിടിച്ച്, അത് ഞാൻ പിന്നീട് സമയത്ത് പറയാം. യൊമാട്ടി എന്തുകൊണ്ട് വന്നു, ലോഗോ എങ്ങനെ വന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങി വന്നത്. ഇനി ആ യൊമാട്ടി എങ്ങനെ വന്നു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ അടുത്ത ദിവസം ഇതുപോലെ ഒരു സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വലിയതായിട്ട് എഡിറ്റ് ചെയ്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. ഒരു എഡിറ്റിങ്ങും ഇല്ല, ഇതുപോലെ തന്നെ ആയിരിക്കും. കാരണം അതിനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. സോ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഇത്രയും 2 കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും നേരം കണ്ട് വന്നവർ കേട്ടോ. വീണ്ടും കാണാം.